ഗുരുതരമായ ആരോപണങ്ങൾ. ഞാനാണല്ലോ ആദ്യമായിട്ട് ADGP RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ചർച്ച നടന്നു. ഏത് ഹൊസബലയുമായിട്ടുള്ള ചർച്ച നടന്നു, രാം മാധവുമായിട്ടുള്ള ചർച്ച നടന്നു, വത്സൻ തില്ലങ്കേരിയായിട്ട് 4 മണിക്കൂർ ചർച്ച ചെയ്തെന്ന റിപ്പോർട്ട്. അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രധാനപ്പെട്ട ജോലി RSSുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള കോർഡിനേഷനാണോ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. ഇത്രയും കേസുള്ള, ഇത്രയും അന്വേഷണം നടക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതോ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് ഒരു വിവരം കൊടുത്തതിൻ്റെ പേരിൽ ഒരു DYSP അന്ന് രാത്രി സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല. DYSP ഹെഡ്ക്വാർട്ടേഴ്സിലെ സന്തോഷ് അല്ലേ, അന്വേഷണം നടക്കുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു. അരഡസൻ അന്വേഷണം നടക്കുകയാണ്. പ്രഹസനമാണ് എല്ലാ അന്വേഷണവും. എനിക്ക് വലിയ സന്തോഷം, പൂരം കലക്കിയതാണ് എന്ന് ഞങ്ങളാണ് പറഞ്ഞത്, പ്രതിപക്ഷം. അത് മുഖ്യമന്ത്രി ഇപ്പോൾ സമ്മതിച്ചു. ഉറപ്പല്ലേ? ഇതാണല്ലോ സംഘപരിവാർ ബന്ധം. ഞാനതല്ലേ കൺക്ലൂഡ് ചെയ്ത്. കേരളത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ട തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും നടപ്പാക്കിയാണ്. സംഘപരിവാർ അജണ്ട, സംഘപരിവാർ നറേറ്റീവാണ്. ഞാൻ ഈ പറഞ്ഞ 3 ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കേരളത്തിലെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമാണ് മന്ത്രി റിയാസ്. ആകെ ഒരു മന്ത്രിയല്ലേ വന്നുള്ളൂ, ആകെ പാവം. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നും പറയാത്തത്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയ കാക്കാനുള്ളതും സംരക്ഷിക്കാനുള്ളതും ആ പാവം മന്ത്രി മാത്രമേ ഉള്ളൂ, വേറൊരു മന്ത്രിയില്ല. രാജേഷ് പറഞ്ഞത് എന്താണെന്ന് രാജേഷും മനസ്സിലായില്ല, കേട്ടാൽ നമുക്ക് മനസ്സിലായില്ല, എന്തോ പറഞ്ഞു പോയി. ബാക്കി മന്ത്രിമാരൊക്കെ എങ്ങനെയാണ്? ആകെ ഒരു മന്ത്രിയുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രി. ഇന്നലെയും പറഞ്ഞു, അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇനിയും മറുപടി പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? സെയിം സാധനമാണ്. ജമായത്ത് ഇസ്ലാമിയും UDFും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് ഏത് ഈ സംഭവം. ഇവിടെ എന്താ ജമായത്ത് ഇസ്ലാമിക്ക് കാര്യം? ഇനി ഞാൻ ചോദിക്കട്ടെ, 3 പതിറ്റാണ്ട് കാലം ജമായത്ത് ഇസ്ലാമിയും CPM ഒരുമിച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. 6 തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി LDFിൻ്റെ കൂടെ ഇരുന്നു. ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എത്ര പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിരിക്കുന്നു? അവർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുള്ള സ്റ്റാൻഡ് എടുത്ത്. അതുവരെ CPMൻ്റെ കൂടെ അല്ലേ? ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ അവരാരുടെ കൂടെ ഇരുന്ന് ആദ്യം മത്സരിക്കുമ്പോൾ? അപ്പോൾ ഇപ്പോൾ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും റിയാസും ഒരേ വാക്കാണ് പറഞ്ഞത്. ഇതാണ് സംഘപരിവാർ അജണ്ടയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിസന്ധിയിലായപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, അതിൻ്റെ പേട്രണേജ്, പൊളിറ്റിക്കൽ പേട്രണേജ് ഗവൺമെൻറ്റിനുണ്ട്, പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ? എത്രയോ മാസം മുമ്പ് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു. ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമില്ലേ? സ്വർണം പൊട്ടിക്കലിന് CPMുമായിട്ട് ബന്ധമുള്ളവരല്ലേ? കണ്ണൂർ കൊലക്കേസിലെ പ്രതികളല്ലേ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നത്? ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ സ്വർണം പൊട്ടിക്കലിൽ വന്നില്ലേ? മയക്കുമരുന്ന് മാഫിയയിൽ വന്നില്ലേ? എല്ലാം CPM പ്രൊട്ടക്ഷൻ കൊടുക്കല്ലേ? CPMനെ ബാധിച്ചിരിക്കുന്ന ജീർണത അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് നടക്കുന്നത്. പരസ്പര വിശ്വാസമില്ല, പരസ്പര ആദരവില്ല, പരസ്പര ബഹുമാനമില്ല. അപ്പോൾ CPI ഒരു വഴിക്ക്, കേരള കോൺഗ്രസ് വേറെ വഴിക്ക്, RJD വേറെ വഴിക്ക്, അൻവർ പോയ വഴിയിൽ, ജലീൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നറിയാം. ഇടതുമുന്നണിയുടെ സ്ഥിതിയാണ് കേരളത്തിലെ. ഡിസിൻറ്റഗ്രേഷനാണ്, ശിഥിലീകരണമാണ്, അപകടകരമായ സ്ഥിതിയിലാണ്.